നമുക്കിതൊരു പൂരപ്പൊടി ഉണ്ടാക്കിയാലോ? കുട്ടികളുടെ വീട്ടിൽ കിട്ടുന്നൊരു സാധനമാണല്ലോ ഈ അമൃതപ്പൊടി. അമൃതപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പൂരപ്പൊടി ഉണ്ടാക്കിയെടുത്താലോ? വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആയിരിക്കില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പൂരപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഇത് വറുക്കാൻ അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ. കാരണം ചെറിയ പാത്രത്തിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റൂല. അതുപോലെ തീ കുറച്ചിടുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പാക്കറ്റ് അമൃതപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. ഒരു പാക്കറ്റ് അമൃതപ്പൊടിക്ക് ഏതാണ്ട് 1 കപ്പ് തേങ്ങെങ്കിലും വേണം. 1/2 കപ്പായാലും പ്രശ്നമില്ല. അപ്പോൾ മധുരം ഇതിന് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മധുരം ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി, അതായത് കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ കടുവറ. നമ്മുടെ ഹോസ്റ്റൽ ടീംസിനൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കിക്കോളേ, അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മധുരം പാകമാണ്, അമൃതപ്പൊടിക്ക് ഓൾറെഡി മധുരം ആണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.